ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു V4E മീഡിയ. V4E മീഡിയയിൽ ഇന്ന് നമ്മൾ വയനാട് കയറാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു മഴയുള്ള സമയത്ത് വയനാട് ചുരം ഒന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് പോകേണ്ട വഴിയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മഴയത്ത് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ വയനാട് കയറുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയത്തേ പുറത്തിറങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ നല്ലൊരു കട്ടണം കുടിച്ചിട്ട് ഇന്ന് ഈ യാത്ര എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് താഴ്വാരത്താണ്, അടിവാരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അടിവാരം ടൗണാണ് ബാക്കിൽ കാണുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ പള്ളി, അതിൻ്റെ പിന്നിലായിട്ടാണ് സാധാരണ നമ്മൾ ആ മലനിരകളൊക്കെ കാണാറുള്ളത്. ഇന്ന് പക്ഷേ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ആ ഒരു സുഖത്തിലാണ് ഇപ്പം ഇന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതാ ഈ പിന്നിൽ കാണുന്ന വണ്ടിയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ കാണാം. അപ്പോൾ നമ്മൾ അടിവാരത്തുനിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ പള്ളി കാണുമ്പോൾ തന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി ചുരത്തുമ്മേക്ക് കയറാണ്. അടിവാരം കഴിഞ്ഞാൽ പിന്നെ നേരെ ചുരം തന്നെയാണ്, വേറെ ടൗണോ കാര്യങ്ങളൊന്നുമില്ല. അറിയുന്ന ആളുകൾക്ക് അറിയാം, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്നാം വളവിലേക്കൊന്നും എത്തിയിട്ടില്ല. ചുരത്തിൻ്റെ ഒന്നാം വളവിൽ എത്തിയിട്ടുണ്ട്. ചുരത്തിൻ്റെ ഒന്നാം വളവാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചുരത്തിൻ്റെ ഒരു ഫീല് വന്നു തുടങ്ങി. ഈ ചുരത്തിൻ്റെ രണ്ടാം വളവ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തുഷാരഗിരിയിലേക്ക് പോകുന്ന റോഡാണ് ആ വലതുഭാഗത്ത് കാണുന്നത്. പുതിയ റോഡാണ് അത്. നമുക്ക് ഈ തുഷാരഗിരിയിലേക്ക് ഒരു പുതിയൊരു റോഡുണ്ട്, അവിടെ ഒരു ആർച്ച് പാലമുണ്ട്. ആ ആർച്ച് പാലത്തിൻ്റെ മുകളിലേക്ക് എത്തുന്ന റോഡാണ്. നമ്മളെപ്പോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് കൂടിയാണത്. നല്ല ആ പോകുന്ന വഴിയാണ് നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളത്. നല്ല സൂപ്പർ പ്ലേസാണ്, പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. കണ്ടോ, അടിവാരത്ത് നമ്മൾ ആ താഴെന്ന് കണ്ട ആ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ അവിടെ താഴ്ഭാഗത്ത് പറഞ്ഞല്ലോ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ വെയിലുള്ള സ്ഥലം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചുരത്തിൻ്റെ മുകളിൽ നല്ല മഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്. അപ്പോൾ കോടമഞ്ഞും പോരാത്തതിന് നല്ല മഴയുണ്ട്, ചാരൽ മഴ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചാരൽ മഴ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറി നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം. രണ്ടാം വളവ് എത്തി തുടങ്ങി. രണ്ടാം വളവാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. നമ്മളീ പോകുന്നതിൻ്റെ താഴെയായിട്ടൊരു ചോല ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ രണ്ടാം വളവും മൂന്നാം വളവും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. കുറഞ്ഞ വ്യത്യാസത്തിലാണ് രണ്ടാം വളവ്. ഉടനെ തന്നെ മൂന്നാം വളവും. നല്ലൊരു ആനവണ്ടി നമ്മളെ നേരെ ചീറി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങ് മുകളിൽ മലമുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട മൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുകളിൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ സാധാരണ ഒമ്പതാം വളവ് കാണാറുള്ളതാണ്. അപ്പോൾ ഒമ്പതാം വളവും മലയും ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മുകളിൽ നല്ല കോടമഞ്ഞുണ്ടെന്നാണ്, തിക്കായിട്ടുള്ള കോടമഞ്ഞുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് താഴെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിനി മുകളിലെത്തുന്ന സമയത്ത് മിക്കവാറും കോട കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് റോഡിലൊക്കെ വെള്ളമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ചെറിയൊരു പൊടിമഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വൈപ്പറൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് കാഴ്ച മുന്നിലേക്ക് കിട്ടാൻ. നമ്മൾ കാറിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തുനിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് ഉള്ള കാഴ്ച എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രണ്ടാം വളവും മൂന്നാം വളവാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞത്. മൂന്നാം വളവ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഹെയർ പിൻ ബെൻഡ്. അപ്പോൾ അതാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മുന്നിലേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ആ മുകളിലെ മലയത്തെ കോട ഒന്ന് ശരിക്കും കാണാൻ പറ്റുമെന്നൊന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമ്മളെ ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ട് സൂമിംഗ് ഒന്നും കിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. നല്ല പുകയായിട്ട് മൂടി നിൽക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ചപ്പുറത്തായിട്ടൊരു ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുന്നുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആൾ നമ്മളെ തേടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നാലും നല്ലൊരു കാഴ്ചയാണ്, നല്ല ഫ്രെയിമിൽ കയറി വന്ന നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പോവാം.
താമരശ്ശേരി ചുരത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത് താമരശ്ശേരി ചുരത്തിന് 9 വളവാണുള്ളത്. താമരശ്ശേരി ചുരത്തിന് 9 ഹെയർ പിൻ ബെൻഡുകളാണുള്ളത്. ബാക്കിയുള്ള കുറേ വളവുകളും തിരിവുകളും ചുരത്തിൻ്റെ മേലുണ്ട്. 9 വളവുകൾ ഹെയർ പിൻ ബെൻഡുകളാണ്. അപ്പോൾ ഓരോ വളവും നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. ആ പറയുന്നത് ഹെയർ പിൻ ബെൻഡുകളെ കുറിച്ചാണ്. ബാക്കി ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ബെൻഡുകൾ നമ്മൾ തിരിച്ചു മറിച്ച് പിടിക്കേണ്ട ബെൻഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ താമരശ്ശേരി ചുരത്തിന് 9 വളവല്ല ഉള്ളത്, വളവുകൾ ഒരുപാടുണ്ട്. 10 കിലോമീറ്റർ ഉള്ള ഒരു ചുരമാണ്. അപ്പോൾ അതിൽ 9 വളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹെയർ പിൻ ബെൻഡുകളാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ നമ്മളുള്ള ഏരിയയിൽ കുറച്ചൊരു വെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് താഴേക്ക് അത്ര കാര്യമായിട്ട് എത്തുന്നില്ല. എന്നാലും ഈ ഭാഗത്ത് ഇപ്പം മഴയില്ല. പിന്നെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം ഫുൾ ടൈം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് അതിന്ന് കിട്ടിയൊരു മോചനം കൂടിയാണ് നമുക്ക് ഇന്ന് യാത്ര എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത്രയും കാലമൊന്നും വീട്ടിൽ അടങ്ങിയിരിക്കാത്ത ആളുകളാണ്. എപ്പോഴും ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരു ട്രിപ്പ് പോകാതെ നമ്മളെ കൊണ്ട് ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ നമ്മളെ കൊണ്ടൊക്കെ വീട്ടിലിരുത്തി എന്നുള്ളതാണ് ഈ കൊറോണയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണേൻ്റെ കാലത്ത് ലോക്ക്ഡൗൺ ആയ കാരണം കൊണ്ട് വണ്ടികളും കാരണങ്ങളൊന്നും ഈ റോഡിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പൊല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഏത് സമയത്തും പുകമഞ്ഞ് പുകക്കാറ്റ്, പുറത്തിറങ്ങി നടക്കാൻ ഓക്സിജൻ സിലിണ്ടർ വരെ വിൽക്കുന്ന അവസ്ഥ എത്തിയിരുന്നു ഡൽഹിയിലൊക്കെ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഈ കൊറോണയും കൊണ്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെനിഫിറ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ബെൻഡിലെത്തിയിട്ടുണ്ട്. അടുത്ത ബെൻഡ് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പുറത്തേക്കുള്ള കാഴ്ചകൾ ഒന്നും കാണാനില്ല. ഒരു എയർപിൻ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലൈലാൻഡിൻ്റെ ഒരു ടോറസാണ്. അപ്പോൾ നമ്മൾ ഈ ചുരത്തിൻ്റെ മേലേക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു കാഴ്ച കണ്ടു. ഈ ലോഡും വണ്ടി കയറി പോണതിൻ്റെ ഇടയിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് കൂടെ ഒക്കെ കയറി പോകുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. വളരെ ഡേഞ്ചറായിട്ടുള്ള സംഭവമാണത്. പിന്നെ ഈ ചുരത്തുമെന്ന് ശരിക്കും ഓവർടേക്കിങ് തന്നെ പാടില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് മുന്നത്തെ ലോറിക്കാരൻ കൈയിട്ടുണ്ട്, കയറി പോകാനുള്ള സിഗ്നൽ തന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് കയറി പോകുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, നമുക്കിവിടെ കോട മൂടിയുള്ള അവസ്ഥ ഉണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. തൊട്ട് ബാക്കിൽ വേറെ ലോഡും വണ്ടി വരുന്നുണ്ട്. ലോഡും വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് സ്ലോ ആക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ലോഡും വണ്ടീനെ നമ്മൾ മാനിക്കണം. പിന്നെ നമ്മളെ മുന്നിൽ ഇതാ വേറെ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണുന്നുണ്ട്. ബാക്കിൽ നമ്മളെപ്പോഴും ലോഡും വണ്ടീനെ വലിയ വണ്ടികളെ നമ്മൾ മാനിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ കയറ്റം കയറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പക്ഷേ ശരിക്കും നമ്മൾ കോടയുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അത്ര തിക്കായിട്ടുള്ള കോട അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് മുന്നിൽ നല്ല തിക്കായിട്ടുള്ള കോടയാണ് തോന്നുന്നത്. കാരണം വാഹനങ്ങളൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് കാണാൻ കഴിയും. കണ്ടോ, മുന്നിലേക്ക് നമുക്ക് റോഡ് കാണുന്നില്ല. റോഡ് ഏരിയയാണെന്നുള്ള അവസ്ഥയും കൂടി നമുക്ക് കാണാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. തൊട്ട് മുന്നിൽ ഒരു 30 മീറ്റർ ദൂരം നമുക്ക് റോഡ് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് റോഡ് കാണുന്നില്ല. ഇതാണിപ്പോൾ അവസ്ഥ. ഒന്നും കാണുന്നില്ല. അടുത്തെത്തുന്ന വണ്ടികൾ മാത്രമാണ് കാണുന്നത്. കണ്ടോ, നമുക്ക് മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു കളർ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഫോഗ് ലാമ്പ് യൂസ് ചെയ്യേണ്ട ടൈമാണിത്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഈ സമയത്ത്. മുന്നിൽ ആളുകൾ വണ്ടി സൈഡാക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അടുത്തെത്തുന്ന സമയത്ത് മാത്രമാണ് ആളുകളെയൊക്കെ കാണാൻ കഴിയുന്നത്. കാറ്റ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കണ്ട ഈ കോടേൻ്റെ ഉള്ളിൽ. മുന്നിലേക്ക് വീണ്ടും നല്ല തിക്കുള്ള കോടയാണ്. വാഹനങ്ങൾ അവിടെ സൈഡിലൊക്കെ നിർത്തി കാണുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങണം. കുറച്ചുകൂടി മുന്നിൽ. ഓക്കെ, അടക്കട്ടെ. നല്ലൊരു നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നൂൽമഴ പെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ താഴേക്കുള്ള കാഴ്ചയാണ് നോക്കുന്നത്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ ഫുള്ള് കോടയാണ്.
നല്ല കോട ഉണ്ടോ. നമുക്ക് മുന്നിലൊരു ബെൻഡാണ്. അസാറിലേക്ക് ഇട്ടിരുന്നല്ലേ. അല്ല അതുകൊണ്ടേ കാണുള്ളൂ, വണ്ടി തന്നെ കാണുന്നത്. നോക്കി തന്നെ വണ്ടി വന്നില്ല. കാടും കാട്ടാറും കാട്ടുപുഴകളും കാട്ടുചോലകളും അടങ്ങിയ വയനാടിൻ്റെ മണ്ണിലേക്ക് കോടയിൽ കുളിച്ചു നിൽക്കുന്ന ചുരത്തിൻ്റെ അഗാധമായ വളവും തിരിവുകളും കടന്നുകൊണ്ട് നമ്മൾ യാത്രയാവുകയാണ്. ഇപ്പോൾ തൊട്ട് മുന്നിൽ നമുക്കൊന്നും കാണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പൊടി ഒന്നും കാണില്ല. ഹെയർ പിന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഹെയർ പിന്ന് പോലും ശരിക്കും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പ്രൊഫൈൽ കുറഞ്ഞ സ്പീഡിലിട്ടായി. ഇതുണ്ടോ നല്ല കോടയാണ്, ഒന്നും കാണുന്നില്ല. സാധാരണ ഗതിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ പുറത്തേക്ക് മറ്റു മലനിരകളും താഴ്വാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ചുറ്റുപാടും നോക്കി കാണാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകലുണ്ട്. ഇത് പക്ഷേ ഇപ്പം ഇന്ന് തീരെ ഒരു വിസിബിലിറ്റി ഇല്ല, എങ്ങോട്ടും ഒന്നും കാണുന്നില്ല. അതുകൊണ്ടോ ഒരു വെള്ളച്ചാട്ടം നമ്മളെ ലെഫ്റ്റിൽ വെള്ളച്ചാട്ടം കടന്നു വരും. കാഴ്ചയല്ല, മുന്നോട്ടുള്ള കാഴ്ചയല്ല. നമുക്കൊരു മാക്സിമം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കാഴ്ച. വയനാടിൻ്റെ എൻട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ചുരത്തിൻ്റെ നല്ല അടാറ് കാഴ്ച ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കോടമഞ്ഞാണ്. അപ്പോൾ ആ കോടമഞ്ഞ് കൊണ്ട് തന്നെ നമുക്ക് ചുരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചുരത്തിൻ്റെ മേലെ കോടമഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള ആ ഒരു കാഴ്ച നമുക്കിന്ന് കിട്ടി. ഇനി നമ്മൾ വയനാടിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വയനാട് കയറി, നമ്മൾ വയനാടിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ പോകുന്നു.
ഇപ്പം നല്ല തണുപ്പാണ്. കോടമഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല കോടമഞ്ഞാണ്. ചുറ്റുപാടുള്ള ഒന്നും കാണില്ല. മറ്റേ തട്ടത്ത് മലയത്ത് പറഞ്ഞ മാതിരി ഓളാതിട്ട ഒന്നും കാണില്ല പറഞ്ഞ മാതിരി ചുറ്റുപാടുള്ള ഒന്നും കാണില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. നമ്മളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോവുക. കാറിൻ്റെ ഉള്ളിൽ ഇരിക്കണതായതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. മഴ ഉണ്ട്, അതുപോലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട് ഈ കാണുന്ന പോലെ. നമ്മൾ നല്ല മഴയത്തൊരു യാത്ര ചെയ്യുമ്പോൾ നല്ല കോടയിൽ നല്ലൊരു യാത്ര കിട്ടിയപ്പോൾ ഇങ്ങനെ നമ്മൾ വയനാട്ടിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഇത് ഈ റൈറ്റ് സൈഡ് കാണുന്ന നല്ല വലിയൊരു ബിൽഡിംഗ് ആട്ടോ. ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. നമുക്ക് വലതുവശത്ത് അങ്ങനെ ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥ. സൈക്കിളിൽ റൈഡിനിറങ്ങിയ കുറച്ച് ടീമാണ് ഇപ്പോൾ പോയത്. റോഡിലുള്ള കാര്യങ്ങൾ തന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കോടയാണ് ഉള്ളത്. ഇതിൽ പോയാൽ നമ്മൾ എന്താണ് കാണുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് നല്ല കോടുള്ള സമയത്ത് എങ്ങനെയാണ് വയനാട് എന്നുള്ള കാഴ്ച നമുക്ക് കാണാം. ഈ കോട മാത്രമല്ല, കോട മാത്രമാണെങ്കിൽ നമുക്ക് രസമായിരുന്നു. ഇത് കോടേൻ്റെ ഒപ്പം മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടീൻ്റെ ഗ്ലാസ്സിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ക്ലിയർ കിട്ടണില്ല വീഡിയോയിൽ. ഇത് കണ്ടോ, ഈ നമ്മൾ വയനാടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് കാപ്പിപ്പൊടി വാങ്ങാനും ചായപ്പൊടി വാങ്ങാനൊക്കെ നിർത്തുന്ന കടകളാണ്. അതൊന്നും ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് വയനാട്ടിൽ കോടമഞ്ഞ് മൂടിയാലുള്ള അവസ്ഥ. നമ്മൾ നല്ല മഴയത്ത് പോരണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു വണ്ടിയും കൊണ്ട് കാറും കൊണ്ട് പോരണം. ബൈക്കിൽ പോരണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ ബൈക്കിൽ ഇപ്പോൾ പോരാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്രയും മഴയും നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മളിന്ന് വയനാട്ടിലേക്ക് പോകുന്നതല്ല. നമ്മളിന്ന് സത്യം പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്തേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് പോകേണ്ട സ്ഥലം ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യാത്ര ജസ്റ്റ് മാറ്റിയതാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയുണ്ട്, നല്ല കോടയുണ്ട്. ഈ മഴ ഒന്ന് നല്ലോണം സ്ട്രോങ് ആയാൽ ഈ കോടയൊക്കെ മാറി നിൽക്കും. ആ പൊളിച്ചിട്ടോ. നല്ല അടിപൊളി മഴയും നല്ല കോടയും നല്ല സൂപ്പർ കാലാവസ്ഥ. നമ്മൾ വിചാരിച്ച പോലുള്ളൊരു കാലാവസ്ഥയ്ക്ക് എത്തിപ്പോൾ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് നല്ല മഴയത്ത് നല്ലൊരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ സംഗതി വയനാട്ടിൽ കൂടെ ഒന്നും കാണില്ല കേട്ടോ. മുന്നിക്ക് ഫുള്ള് ബ്ലാങ്ക്. അത് കേട്ടോ, ഒന്നും കാണാൻ കഴിയില്ല മുന്നിക്ക്. റോഡിൽ കൊണ്ടോ കുഴിയോ ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ഒരു പോക്ക് അങ്ങനെ പോകുന്നുണ്ട്. വൈപ്പറൊക്കെ ഫുൾ സ്പീഡിലിട്ടാണ് എന്തെങ്കിലും മുന്നിക്ക് കാണുന്നത്. ഏകദേശം തെളിഞ്ഞു പോവാം. അതന്നെ, മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തെളിയും. ഇപ്പം മഴ നല്ലോണം ഒന്ന് പെയ്തിട്ട് ഒന്ന് അമർന്നിട്ടുണ്ട്. ഇപ്പോൾ അത്ര കാര്യമായിട്ട് മഴ പെയ്യണില്ല. കാര്യം പറഞ്ഞാൽ കോട മാത്രമേ ഉള്ളൂ. നേരത്തെ പെയ്ത മഴ എൻ്റെ മരത്തുമെന്ന് പെയ്യണതാണത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വയനാട് എത്തി. നമ്മളെ മറ്റേ പൂക്കോട് തടാകത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. പൂക്കോട് തടാകത്തേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. അതിൽ ആ ഭാഗത്തു കൂടെയാണ് പൂക്കോട് തടാകത്തേക്ക് പോവുക. അപ്പോൾ നമ്മൾ പൂക്കോട് തടാകത്തിലൊന്നും കയറുന്നില്ല. നമ്മൾ എവിടെയും കയറുന്നില്ലെന്ന്. നമ്മൾ വെറുതെ ഒരു യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ഇപ്പോൾ എല്ലാ ഭാഗമൊക്കെ ഒന്ന് തുറന്നു. കൊറോണയ്ക്ക് ശേഷം നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാനുള്ളൊരവസ്ഥയായി.
അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കാനുള്ള അവസ്ഥ വെച്ചാൽ നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ കൊറോണ ഒന്നും പിടിക്കാതെ നല്ല രീതിയിൽ ഒരു നാടൊക്കെ ഒന്ന് കണ്ടുവരാം എന്നുള്ള ഉദ്ദേശം. ആ കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെന്തായാലും ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചൊന്ന് നല്ല സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം. അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ അടുത്ത് ഏറ്റവും നല്ല ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് വയനാട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വയനാട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നിങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ വയനാടിനെ ആയിരുന്നില്ല നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴ പെയ്തപ്പോൾ കോട ഒന്ന് മാറി നിന്നുണ്ട്. നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വൈത്തിരി ടൗണിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഓഫാക്കിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ വൈത്തിരി ടൗണിലേക്ക് കടന്ന് വൈത്തിരി ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈത്തിരി ബസ് സ്റ്റാൻഡൊക്കെയാണ് നമുക്ക് ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരാൻ പോകുന്നത്. വൈത്തിരി ടൗണ് തന്നെ ശരിക്കും ഉണർന്നിട്ടൊന്നുമില്ല. കൊറോണ കഴിഞ്ഞു എന്ന് പറയാനായില്ലല്ലോ. കൊറോണ നല്ല പീക്ക് ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് 4000 രോഗികൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈത്തിരി ബസ് സ്റ്റാൻഡാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈത്തിരി ബസ് സ്റ്റാൻഡാണ്. വൈത്തിരി ടൗണിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ റോഡിൻ്റെ അറ്റം എവിടെ നോക്കി പോവുക, അതാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിൽ പോകുന്നതല്ല. നമ്മൾ ഉദ്ദേശം ചുരം കയറണം, വയനാട് കൂടെ ഒന്ന് കറങ്ങണം. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇനി റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ വൈത്തിരി ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ KSRTC നമ്മൾ കുറേ കണ്ടു. പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് ഈ കൊറോണ നല്ല അടിയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ മേഖലയിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളുടെ മേഖലയിൽ ഇവർക്കിത് ആദ്യമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൻ്റെ പുറമെ ഈ കൊറോണയും കൂടി ആയപ്പോൾ കൂനുമ്മക്കുരു പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈത്തിരി കഴിഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിലൊരാൾ മുന്നോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ പുള്ളീനെ കയറ്റി വിട്ട, ആ കാറ് വിട്ട. നമ്മളെ പോലെ തന്നെ ട്രിപ്പിനിറങ്ങിയ ആരോ ആണ്. സത്യം പറഞ്ഞാൽ വയനാട് കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മളെ നാട്ടിലത്തെ കാലാവസ്ഥയേക്കാൾ കൂടുതൽ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ വയനാട് കാണുന്നത്. മഴ പെയ്ത സമയത്തൊന്ന് പെയ്തു എന്നല്ലാതെ ബാക്കിയുള്ള സമയത്ത് ചെറിയൊരു തെളിച്ചം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പക്ഷേ പോകണ്ടേ? കൽപ്പറ്റ, മാനന്തവാടി, അല്ലെങ്കിൽ തിരുനെല്ലി വിട്ടാലോ? ഏതായാലും നമ്മൾ പോകുന്നു. തിരുനെല്ലി പോയി വരാം അല്ലേ? ചെക്ക് പോസ്റ്റ് ഉണ്ട് ചേച്ചി, കുഴപ്പമില്ല. പോയി നോക്കാൻ പറ്റൂലേ? തിരിച്ചു പോരാം. സൂചിപ്പാറ, കൽപ്പറ്റയ്ക്ക് 9 കിലോമീറ്റർ. നമുക്കൊരു കാര്യം ചെയ്യാം, കാട്ടിൽ കൂടെ ഒന്ന് പോകാനായിട്ട് നല്ലത് തിരുനെല്ലി അല്ലേ? അപ്പം ഒന്ന് തിരുനെല്ലി ആക്കാം. ചുണ്ടേൽ ടൗണിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. തേയിലത്തോട്ടങ്ങൾ, ഒരുപാട് തേയില ഫാക്ടറികൾ ഒക്കെ ഉള്ള സ്ഥലമാണ് ചുണ്ടേലൊരു ചെറിയ ടൗൺ തന്നെയാണ്. നമ്മൾ ഊട്ടിക്കൊക്കെ തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് തിരിഞ്ഞ് പോവാം. റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് ഊട്ടി റോഡ്. ലെഫ്റ്റ് സൈഡ് നമ്മളീ പോകുന്നത് മൈസൂർ റോഡിനാണ്. നമ്മൾ മേപ്പാടി, മാനന്തവാടിയൊക്കെ അങ്ങോട്ട് പോകും. കൽപ്പറ്റ ബൈപ്പാസ് വലത്തോട്ട് പോകും. നമ്മളിപ്പോൾ കൽപ്പറ്റ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഉറങ്ങിയൊരവസ്ഥയാണ്. കൽപ്പറ്റ ടൗണും അത്ര ഉണർന്നിട്ടുള്ളൊരു ഉണർവ് കാണുന്നില്ല നമുക്ക് കൽപ്പറ്റ ടൗണിൻ്റെ ഒന്നും. കല്യാൺ സിൽക്സ് ആണ് ഇടതുവശത്ത് കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പനമരത്ത് എത്തിയിട്ടുണ്ടോ. ഇതുവരെ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ നമ്മൾ പനമരം അങ്ങാടി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറുവാദ്വീപിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് വലത്തോട്ട് പ്രശസ്തമായ മാനന്തവാടി പിന്നെയും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളെ പനമരത്തെ ആ ഒരു ഒറ്റ ആർച്ച് പാലത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
ഡാമിൻ്റെ ഷട്ടർ തുറന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിലിത്ര വെള്ളം കാണുന്നത്. വയനാടിൻ്റെ പ്രത്യേകതയാണ് നെൽപ്പാടങ്ങൾ നന്നായിട്ടുണ്ട്. റോഡ് സൈഡിൽ അത്ര അടുത്തുനിന്നായതുകൊണ്ടാണ് നമുക്ക് കാഴ്ച അത്ര കൃത്യമായിട്ട് കാണാത്തത്. അപ്പോൾ നമ്മൾ ഇനി ബാക്കി കാഴ്ച വീണ്ടും നല്ല കാഴ്ചകൾ കാണുമ്പോൾ തിരിച്ചു വരാം. വണ്ടി പതുക്കെ പോകണട്ടോ. പുറത്തൊക്കെ കാഴ്ച കാറ്റടിക്കുമ്പോഴുള്ള സൗണ്ടാണ് ഈ കേൾക്കുന്നുണ്ട്, വേറൊന്നുമല്ല. നല്ല കാറ്റാണ്. നല്ല കാറ്റടിക്കുമ്പോൾ നല്ല സൗണ്ടാണ്, ഡിജിറ്റൽ കാറ്റാണ്. ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. ഞാറത്തറ ഡാമിൻ്റെ റിസർവോയറാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ. പടിഞ്ഞാറത്തറ നമ്മളെ ബാണാസുര സാഗറില്ലേ, ബാണാസുര സാഗറിൻ്റെ റിസർവോയറാണ് ബാക്കിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെ പിന്നിൽ ഈ കാണുന്നത് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. അവിടെ ഈ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്യുപ്മെൻറ്റ് കണ്ടോ അവിടെ ബാക്കിൽ ഇങ്ങനെ, അവിടെ ബാക്കിൽ ആ പോസ്റ്റിൻ്റെ ബാക്കിലായിട്ട് ആ കറങ്ങണ സാധനം. പിന്നെ ഇവിടെ നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ റോഡിലാണ് ഉള്ളത്. നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര, മഴയും കൊണ്ട് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയതാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഡാമിൽ നല്ല കാറ്റുണ്ട്. ഡാമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് നല്ല കാറ്റുണ്ട്. ഇപ്പോൾ ഈ കൊറോണേൻ്റെ ടൈം ആയതുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ല. ഡാമത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്താ കാറ്റില്ലേ, പെരും കാറ്റ്. മാസ്ക് ഇട്ടുകൊണ്ട് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല, അതാണ് പ്രശ്നം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രൈവ്, നല്ല മഴയത്തൊരു ഡ്രൈവ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വേറൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് മാറ്റി നമ്മൾ വയനാടാക്കി. വയനാട് ചൂസ് ചെയ്തപ്പോഴും വയനാട്ടിൽ ഏത് സ്ഥലം എന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ കൽപ്പറ്റ, മാനന്തവാടി അങ്ങനെ വന്ന് പനമരത്തുനിന്ന് തിരിഞ്ഞ് പിന്നെ മക്കിയാട് പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ബാണാസുര സാഗർ ഡാം, നിങ്ങൾക്ക് എല്ലാവരും അറിയാം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. അപ്പോൾ ബാണാസുര സാഗർ ഡാമിൻ്റെ റിസർവോയർ ഒക്കെ കണ്ട് നമ്മൾ ഡാം കാണാനൊന്നും പോയിട്ടില്ല. നമ്മൾ ഉദ്ദേശം അതല്ല. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല മഴയും ഉണ്ടായിരുന്നു. ചില സമയത്ത് നല്ല കോടുണ്ട്. ഇപ്പോൾ മഴ വിട്ട് നിൽക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും സമ്മിശ്രമായിട്ടുള്ള ഒരു നല്ലൊരു കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഈ
ഒരു യാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈത്തിരിക്ക് തന്നെയാണ്. തിരിച്ച് വൈത്തിരിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും വൈത്തിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മക്കിയാട് പോയി അവിടുന്ന് ബാണാസുര സാഗറിൻ്റെ റിസർവോയറൊക്കെ കണ്ടു. നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ, അതായത് റിസർവോയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. റിസർവോയർ നല്ല സൂപ്പർ കാഴ്ച ഉണ്ടോ. നമ്മുടെ ഈ വഴി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ മക്കിയാടിൽ നിന്ന് വൈത്തിരിയിലേക്കുള്ള റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റൂട്ടിൽ ഒരുപാട് കാഴ്ചകൾ, നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നല്ല കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ മഴയൊക്കെയുള്ള സമയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ. പോരുന്ന വഴിയിലാണ് ഈ ബാണാസുര സാഗറിൻ്റെ റിസർവോയർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട്, ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.